അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരെ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, മഹാന്മാരായ സഹാബത്ത് മുതൽ കിന്നേ വരെ ധാരാളം ആളുകൾ വിവിധങ്ങളായ രൂപത്തിൽ ഗദ്യമായും പദ്യമായും ഒക്കെ മദ്ഹ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ കൂട്ടത്തിൽ ലോകത്ത് ഏറ്റവും അറിയപ്പെട്ട ഒരു മഹാനാണല്ലോ ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി. ഹിജ്റാബ്ദം 608 ജനിക്കുകയും 695 വഫാത്താവുകയും, അതായത് ക്രിസ്താബ്ദം 1213 ജനിച്ച് 1294 മരണമടഞ്ഞ ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം രചിച്ച ബുർദ എന്ന നാമകരണത്തിൽ പ്രചാരം നേടിയ ഒരു കവിതയാണല്ലോ ആ വിഷയത്തിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു കവിതാ സമാഹാരം. സത്യത്തിൽ അദ്ദേഹം അതിന് നൽകിയിരുന്ന പേര് അൽ കവാകിബുദ്ദുർരിയ ഫി മദ്ഹി ഖൈറിൽ ബരിയ എന്നായിരുന്നു. പക്ഷേ ലോകത്ത് അറിയപ്പെടുന്നത് ആ നാമത്തിൽ അല്ല, ബുർദ എന്ന പേരിലാണ്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാരണമെന്ന് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം. അദ്ദേഹം തന്നെ പറയുകയാണ്, കുന്തു ഖദ് നളംതു ഖസായിദ ഫീ മദ്ഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തുന്നതിലായി ഞാൻ ഒരുപാട് കവിതകൾ എഴുതിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ശരീരത്തിൽ ഒരു അസുഖം ബാധിച്ചത്. ഒരു ഭാഗം തളർന്നു പോകുന്ന പക്ഷാഘാതമുണ്ടായി. എന്താണ് ഇതിനൊരു പരിഹാരമെന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരാശയം, ഒന്നുകൂടി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യുന്ന ഒരു കവിതാ സമാഹാരം രചിക്കുക, എന്നിട്ട് അത് പാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുൽ ചെയ്ത് അള്ളാഹുവോട് ദുആ ചെയ്യുക. അങ്ങനെ ഞാൻ ആ കവിത എഴുതിയതിനു ശേഷം ഒരുപാട് ആവർത്തി ഞാനത് വായിക്കുകയും അള്ളാഹുവിന്റെ മുന്നിൽ കൈമലർത്തി അള്ളാഹുവിന്റെ ഹബീബിനെ തവസ്സുൽ ചെയ്ത് ഞാൻ ദുആ ചെയ്യുകയും ചെയ്തു. ഫറഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫമസഹ അലാ വജ്ഹി ബിയദിഹിൽ കരീമ. അങ്ങനെ അന്ന് രാത്രി സ്വപ്നത്തിൽ അതാ വരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പരിശുദ്ധമായ തിരുകരം കൊണ്ട് എന്നെ മുഖത്ത് തടവുകയും എൻ്റെ ശരീരത്തിൽ ഒരു ഷാള് അണിയിക്കുകയും ചെയ്ത ഒരനുഭവം വല്ലാതെ എന്നെ സന്തോഷിപ്പിച്ചു. അങ്ങനെ ഞാൻ ആ ഉറക്കിൽ നിന്ന് ഉണർന്നു നോക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ സുഖത്തിൻ്റെ ഒരു അടയാളം പോലും ഇല്ലായിരുന്നു. പൂർണ്ണാരോഗ്യവാനായി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുന്ന സമയത്ത് വഴിയിൽ വെച്ച് ഒരു ഫക്കീറായ ഒരു മഹാനെ ഞാൻ കണ്ടുമുട്ടുകയാണ്. അദ്ദേഹം എന്നോട് പറയുന്നു, താങ്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്ത ആ കവിത എനിക്കും തരണമെന്ന്. ഞാൻ ചോദിച്ചു, ഏത് കവിത? നിങ്ങൾ രോഗശമനം ഉദ്ദേശിച്ചുകൊണ്ട് രചിക്കുകയും എന്നിട്ട് നിങ്ങൾ പാടുകയും അതിൻ്റെ ബർക്കത്ത് കൊണ്ട് രോഗം മാറുകയും ചെയ്യാൻ കാരണമായ ഒരു കവിതാ സമാഹാരമുണ്ടല്ലോ, അത് എനിക്ക് വേണമെന്ന് പറഞ്ഞു. ഞാനത് ചോദിക്കാൻ കാരണം, വല്ലാഹി ലഖദ് സമിഅനൽ ബാരിഹത വഹിയ തുൻഷദു ബൈന യദൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറഅയ്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതമായൽ. അല്ലാഹുവാണേ സത്യം, ഇന്നലെ രാത്രി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വെച്ച് ആ കവിത ആലപിക്കപ്പെടുന്നതായി നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് അതുകൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. അതും ഞാൻ കണ്ടു. അത് കണ്ടപ്പോൾ പാടിയ വ്യക്തിയുടെ ശരീരത്തിലേക്ക് അള്ളാഹുവിന്റെ റസൂല് ഒരു പുതപ്പ് ധരിപ്പിച്ചു തരുന്നതും കണ്ടു. അതുകൊണ്ട് നിങ്ങളത് തരാതെ നിർവാഹമില്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യമായ സ്ഥിതിക്ക് ഞാൻ അദ്ദേഹത്തിന് ആ കവിത കൊടുക്കുകയും അങ്ങനെ ആ കവിത പിന്നീട് ആ സ്വപ്നം ലോകത്ത് ആകെ പ്രസിദ്ധമാവുകയും അന്ന് നാടുഭരിച്ചിരുന്ന മന്ത്രിയുടെ അരികിൽ ആ വിവരമെത്തുകയും അദ്ദേഹം എന്നെ സമീപിക്കുകയും ആ കവിത എനിക്ക് വേണമെന്ന് പറയുകയും അദ്ദേഹത്തിന് ഞാനത് നൽകിയപ്പോൾ വനദറ അല്ലാ യസ്മഅഹ ഇല്ലാ ഖായിമൻ ഹാഫിയ, കാലിൽ പാദരക്ഷയില്ലാതെ നിന്ന നിൽപ്പിൽ തന്നെ നിന്നിട്ട് ആ കവിത മുഴുവനും കേൾക്കുമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അങ്ങനെ അദ്ദേഹം നേർച്ചയാക്കുകയും അതിനുശേഷം അദ്ദേഹം എന്നോട് അനുമതി വാങ്ങി അത് കോപ്പിയെടുത്ത് ആകെ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു എന്ന് മഹാനായ ഇമാം ബൂസീരി തന്നെ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ സത്യത്തിൽ ഈ ബുർദ എന്ന് പറയുന്ന നാമകരണം അള്ളാഹുവിന്റെ ഹബീബ് ധരിപ്പിച്ചു കൊടുത്ത ആ ബുർദയുടെ പേരിലാണ് പിന്നീട് ആ കവിത, ആ ബർക്കത്ത് കൊണ്ടാണ് അതാകെ പ്രസിദ്ധമാകുന്നത്, ലോകമാകമാനം അറിയപ്പെട്ട കവിതയായി മാറുകയും നമ്മുടെ കേരളത്തിൽ ബുർദ എന്ന് പറയുന്ന ആ മഹത്തായ കവിത അത്രയധികം പ്രചരിച്ചു. പരിശുദ്ധ റബീഉൽ അവ്വലിലും അല്ലാത്ത സമയങ്ങളിലുമൊക്കെ എല്ലാ സദസ്സുകളിലും ഇഷ്കിന്റെ മജ്ലിസുകളിലുമൊക്കെ ഏറ്റവും അധികം ആലപിക്കപ്പെടുന്ന ഒരു കവിതയായിട്ട് അത് മാറിയിട്ടുണ്ട്. ആ സ്ഥിതിക്ക് നമ്മൾ പലപ്പോഴായിട്ട് ബുർദ കേൾക്കുന്നു, അതിന്റെ ശകലങ്ങൾ കേൾക്കുന്നു, അതല്ലെങ്കിൽ അതിന് മുഴുവനായിട്ടും കേൾക്കുന്നു. ബുർദ മത്സരങ്ങൾ നടക്കുന്നു, ബുർദ ആസ്വാദന മജ്ലിസുകൾ നടക്കുന്നു.
അപ്പോൾ അതിൻ്റെ ആശയങ്ങൾ എന്താണ്, അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന അർത്ഥതലങ്ങൾ എന്താണെന്ന് ചെറിയ രൂപത്തിലെങ്കിലും മനസ്സിലാക്കുക എന്നത് അത് അനിവാര്യമായതും അവസരോചിതമായ ഒരു അറിവുമാണെന്ന് ഈ ഉള്ളവന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നിഅമ ഫൗണ്ടേഷന്റെ സംഭാവനയായി ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖദമിലേക്കുള്ള ഒരു ഖിദ്മത്തായിക്കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ചെറിയൊരു ശ്രമം ആരംഭിക്കാൻ തീരുമാനിച്ചത്. ഓരോ ദിവസവും അല്പാൽപ്പം ബുർദയിലെ വരികൾ പാടുകയും എന്നിട്ട് അതിൻ്റെ ആശയങ്ങൾ ചെറിയ രൂപത്തിൽ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന ചെറിയൊരു ശ്രമം. ഇൻഷാ അല്ലാഹ് ബുർദ 180ഓളം വരുന്ന അതിൻ്റെ വരികൾ അത് തീരുന്നത് വരെ, അത് എത്ര ദിവസം കൊണ്ടാണോ തീരുന്നത് അതുവരെ പരിശുദ്ധ റബീഉൽ അവ്വലിൽ മുഴുവനായിട്ടും പിന്നീട് അങ്ങോട്ട് ഗൗസുൽ ആളമിന്റെ മാസം റബീഉൽ ആഖിറിലും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ബുർദ വായിച്ച് തീർത്ത് അനുവാചകരുടെ മുന്നിൽ ചെറിയ രൂപത്തിൽ അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കി കൊടുക്കൽ ഈ കാലത്ത് വളരെ അനിവാര്യമാണെന്ന് തോന്നിയതിൻ്റെ പേരിൽ ഈ സാധുവായ എളിയവൻ ഈ ഒരു ഖിദ്മത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. ഇത് ഖൈറാവാൻ വേണ്ടി എല്ലാവരും ദുആ ചെയ്യുകയും ഓരോ ദിവസം നമ്മുടെ ഭാഗത്തിൽ നിന്ന് വരുന്ന ഈ ചെറിയൊരു സേവനം, വളരെ നീളാതെ 10-15 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന ഈ ചെറിയൊരു ഖിദ്മത്ത് എല്ലാവരും സന്തോഷപ്രകാരത്തോടെ സ്വീകരിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് വളരെ ബഹുമാന പുരസ്സരം ആവശ്യപ്പെട്ടുകൊണ്ട് ബുർദയിൽ നിന്ന് ഏതാനും ചില ഭാഗങ്ങൾ അല്പം ചില വിശദീകരണത്തോടു കൂടി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഈ ഉള്ളവൻ ശ്രമിക്കുന്നു. അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയും ചെയ്യുന്നു. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم أمن تذكر جيران بذي سلم مزجت دمعا جرى من مقلة بدم أم هبت الريح من تلقاء كاظمة وأومض البرق في الظلماء من إضم. ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മറ്റു പല കവികളെ പോലെയും ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് അറബി സാഹിത്യത്തിൽ തജ്രീദ് എന്ന് പറയുന്ന ഒരു ശൈലിയാണ്. അതായത് തൻ്റെ സ്വത്വത്തിൽ നിന്ന് തന്നെ ഓരോ വ്യക്തിയെ സങ്കല്പിച്ച് അദ്ദേഹത്തോട് സംബോധന നടത്തുക, സംസാരിക്കുക, താൻ തന്നെ തന്നോട് വർത്തമാനം പറയുക. അതിൽ തന്നെ അദ്ദേഹം ആദ്യം സ്വീകരിച്ചിരിക്കുന്നത് ഒരു കാമുകിയോട് സംസാരിക്കുന്നത് പോലെയാണ്. എന്താണ് അതിന്റെ പിന്നിലുള്ള കാരണമെന്ന് പിന്നീട് ഞാൻ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം പറയുകയാണ്, അമിൻ തദക്കുരി ജീറാനിൻ ബിദീസലം, ലൂസലം എന്ന സ്ഥലത്തുള്ള അയൽവാസികളെ ഓർത്തതിന്റെ പേരിലാണോ മസജിത്ത ദംഅൻ ജറാ മിൻ മുഖ്ലത്തിൻ ബിദമി, മുക്കലത്തെന്ന നിന്റെ കൺതടത്തിൽ നിന്ന് ഒഴുകി വരുന്ന കണ്ണുനീരിനെ രക്തത്തോട് ചാലിച്ചുകൊണ്ട് നീ കരയാൻ തീരുമാനിച്ചിരിക്കുന്നത്? അം ഹബ്ബത്തിർ റീഹു മിൻ തിൽഖാഇ കാളിമത്തിൻ, അല്ല കാളിമത്ത് എന്ന പ്രദേശത്തിന്റെ ഭാഗത്തിൽ നിന്ന് അടിച്ചു വീശുന്ന കാറ്റു കാരണമായിട്ടാണോ നീ ചോര ചാലിച്ച കണ്ണുനീര് കൊണ്ട് കരയുന്നത്? എന്നത് ഔമല എന്നാണ് അതിനർത്ഥമെന്ന് കാണാം. ഇബ്നു അജീബയെ പോലെയുള്ള മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇളം പ്രദേശത്തിൽ നിന്ന് കൂരിരുട്ടുള്ള സമയത്ത് കത്തിപ്രകാശിക്കുന്ന ആ ഇടിമിന്നലിന്റെ ആ തിളക്കം കാരണമായിട്ടാണോ നീ ഇങ്ങനെ കരയുന്നത് എന്ന് അദ്ദേഹം തന്റെ സ്വന്തത്തോട് ചോദിക്കുകയാണ്. അദ്ദേഹം ഷൗഖിന്റെ പാരമ്യതയിൽ, ഇഷ്കിന്റെ ആ ഉത്തുംഗ ശ്രേണിയിൽ, മഹബത്തിന്റെ മൂർത്തിബദ്ഭാവത്തിൽ അതാ കണ്ണിൽ നിന്ന് ചോരയാണോ ഒലിച്ചു വരുന്നത് എന്ന് തോന്നത്തക്ക രൂപത്തിൽ പൊട്ടി 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 കരയുകയാണ്. ഒതുക്കാനാവാത്ത, അടക്കാനാവാത്ത വിരഹദുഃഖത്തിന്റെ തേങ്ങലുകളാണ് ഇമാം ബൂസീരിയെ ബാധിച്ചിരിക്കുന്നത്. അദ്ദേഹം ചോദിക്കുകയാണ്, ജീറാൻ നിന്റെ അയൽവാസികളായി നേരത്തെ ഉണ്ടായിരുന്ന നീ, അദ്ദേഹം തന്റെ ശരീരം സ്വഹാബത്തിനോടും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും കൂടി താമസിച്ചതുപോലെ സങ്കല്പിക്കുകയാണ്. എന്നിട്ട് അവരിൽ നിന്നുള്ള വേർപാടിന്റെ വിരഹ ദുഃഖത്തെ അദ്ദേഹം അടക്കാനാവാത്ത വേദനയായിട്ട്, കരച്ചിലായിട്ട് തന്റെ പുറത്തേക്ക് അത് നിർഗമിക്കുകയാണ്. കണ്ണുനീർ കണങ്ങളായിട്ട് അത് പുറത്തേക്ക് നിർഗളിക്കുകയാണ്. അതിനെ അദ്ദേഹം ഒരു കവിയുടെ ഭാവനയിൽ ആവിഷ്കരിച്ചതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നോക്കൂ നിങ്ങൾ, അമിൻ തദക്കുരി അഹ്ബാബിൻ എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നു. സ്നേഹിതന്മാരെ ഓർത്തതിന്റെ പേരിലാണോ നീ കരയുന്നതെന്ന്. പക്ഷെ സ്നേഹിതന്മാരെന്ന് പറഞ്ഞാൽ അവരുടെ കൂടെയാണ് താൻ ജീവിച്ചത്, അവരോട് താൻ പിരിഞ്ഞിട്ടുള്ള ദുഃഖത്തിലാണ് ഇപ്പോഴുള്ളത് എന്ന് നമുക്കൊരിക്കലും ചിന്തിക്കാനോ സങ്കല്പിക്കാനോ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ജീറാൻ അയൽവാസികളുടെ കൂടെ താമസിക്കുകയും അവരിൽ നിന്ന് പിരിഞ്ഞു താമസിക്കുമ്പോഴുണ്ടാകുന്ന ഒരു വേർപാടിന്റെ വേദനയെ തനിക്ക് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യണമെങ്കിൽ അത് ഇങ്ങനെ തന്നെ പറയണം. അതുകൊണ്ട് അദ്ദേഹം ജീറാൻ എന്ന പദം ഉപയോഗിച്ചു. ദൂസലം എന്ന് പറഞ്ഞാൽ മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഒരു പ്രദേശമാണ്. അത് സാധാരണ കവികൾ
താൻ ആരെയാണോ വർണ്ണിക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ പേര് തന്നെ പറഞ്ഞുകൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ ആ വ്യക്തി താമസിക്കുന്ന ഇടം തന്നെ വ്യക്തമായി പറഞ്ഞുകൊള്ളണമെന്നില്ല. അതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവാറുള്ളതാണ്. അതിനെ പ്രത്യേകമായ സ്ഥലങ്ങളോടോ അല്ലെങ്കിൽ മറ്റുള്ള പേരുകളോടോ ഒക്കെ ഉപമിച്ചുകൊണ്ട് വർണ്ണിച്ചു പറയുന്ന ഒരു ശൈലി കവികളുടെ സർവ്വസാധാരണമായ ഒരു ശൈലിയാണ്. അങ്ങനെ അദ്ദേഹം സൂസലം എന്നൊരു പ്രദേശത്തെ അതിനുവേണ്ടി തിരഞ്ഞെടുക്കുകയാണ്. അതുപോലെ തന്നെ കാളിമത്ത് എന്ന് പറയുന്ന ഒരു ജലാശയത്തെ അതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്നു. ഇളം എന്ന് പറയുന്ന ഒരു താഴ്വരയെ, കുന്നിൻ പ്രദേശത്തെ അദ്ദേഹം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. അമിൻ തദക്കുരി ജീറാനിൻ ബിദീസലം, സൂസലമിലുള്ള അയൽവാസികളെ ഓർത്തതിനാണോ? മസജിത്ത ദംഅൻ, ദംഅ് കണ്ണുനീരാണ്, മുഖലത്ത് കൺതടമാണ്. ആ കൺതടത്തിൽ നിന്ന് വരുന്ന കണ്ണുനീരിനെ മസ്ജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ മിക്സ് ചെയ്ത് കൂട്ടിക്കലർത്തിക്കൊണ്ട് നീ കരയുന്നത് അതിന്റെ പേരിലാണോ എന്ന് അദ്ദേഹം തന്റെ സ്വത്വത്തോട് ചോദിക്കുകയാണ്. അതല്ല അംഹബ്ബത്തിൻ തിൽഖായി കാളിമ, അല്ല കാളിമ എന്ന ജലാശയത്തിന്റെ ഭാഗത്തിൽ നിന്ന്, അത് മദീനയുടെ അടുത്തുള്ളൊരു ജലാശയമാണെന്നും കാണാം. അതല്ല ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ അജീബ റഹിമഹുല്ലാ തങ്ങൾ ബുർദയുടെ വിശദീകരണത്തിൽ പറഞ്ഞത് വകാളിമ മാഉൻ ഖാരിജൽ ബസറ ബി തരീഖി മൻ യുരീദു മക്ക, മക്കയിലേക്ക് ബസറയിൽ നിന്ന് വരുന്ന ആൾക്കാർ കണ്ടുമുട്ടുന്ന ഒരു ജലാശയമാണ് കാളിമ എന്ന് പറയുന്ന ജലാശയം. ആ ജലാശയത്തിന്റെ ഭാഗത്തിൽ നിന്ന് അടിച്ചു വീശുന്ന കാറ്റാണോ? അതല്ല ഇളം എന്ന മദീനയുടെ ഒരു ഭാഗത്തുള്ള കുന്നിൻ പ്രദേശങ്ങൾ, അവിടെ നിന്ന് കൂരിരുട്ടിൽ വെട്ടിത്തിളങ്ങുന്ന ഇടിമിന്നലിന്റെ തിളക്കമാണോ നിന്നെ ഇങ്ങനെ കരയിക്കാനുള്ള കാരണം? എന്താണ് ഈ പറഞ്ഞതിന് ആശയമെന്ന് നമുക്കൊരിക്കൽ കൂടി ചെറിയ രൂപത്തിൽ വിശദീകരിക്കാം. മിസ്റുകാരനായ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പരമമായ പ്രണയത്തിന്റെയും പ്രേമത്തിന്റെയും പേരിൽ അദ്ദേഹത്തിന് അടക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള അനിയന്ത്രിതമായ ഒരു അവസ്ഥയുണ്ടാകുകയും അങ്ങനെ അദ്ദേഹം പൊട്ടി കരയുകയും ചെയ്യുന്ന സമയത്തിൽ തന്റെ നഫ്സിനോട് തന്നെ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് അദ്ദേഹം 3 ചോദ്യമാണ് ശരീരത്തോട് ചോദിക്കുന്നത്. ഒന്ന്, നീ ജൂസലമിലുള്ള അയൽവാസികളെ ഓർത്തതിനു വേണ്ടിയാണോ കരയുന്നത്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ജൂസലം എന്ന് പറഞ്ഞാൽ അതൊരു മദീനയുടെ അടുത്തുള്ളൊരു പ്രദേശമാണല്ലോ. അവിടെ താമസിക്കുന്ന സമയത്ത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ മധുരമേറുന്ന അനുഭവങ്ങൾ അത് ഇല്ലാതെയായി പോയതിന്റെ ആ വല്ലാത്ത ദുഃഖത്തിന്റെ പേരിൽ നീ കരയുകയാണോ എന്ന് അദ്ദേഹം തന്റെ നഫ്സിനോട് ചോദിക്കുകയാണ്. സാധാരണ കരയുന്ന സമയത്ത് ആളുകൾ കണ്ണുനീർ ഒഴുക്കിയാണ് കരയാറുള്ളത്. ഇത് കരച്ചില് സ്നേഹത്തിന്റെ പാരമ്യതയിലെത്തിയപ്പോൾ കണ്ണുനീരെല്ലാം പോയി അവസാനം കണ്ണിൽ നിന്ന് ചോരയൊലിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി എന്നാണ് അദ്ദേഹം ഈ പറഞ്ഞതിന്റെ അർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, പേര് പറയാത്തതിന്റെ കാരണം ഇമാം ഇബ്നു അജീബ റഹിമഹുല്ലാ തങ്ങൾ പറയുന്നുണ്ട്, വകസീറമ്മ യുകന്നി ശുഅറാഉ അൻ ബത്നിൽ മഹ്ബൂബി ബിസ്മിൻ ഗൈരി ഇസ്മിഹി അൽ മുസ്തഹരിബി. പ്രസിദ്ധമല്ലാത്ത പേര് സാധാരണ തന്റെ മഹ്ബൂബ്, താൻ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് പ്രണയിക്കുന്നതെങ്കിൽ അവരുടെ പേര് പറയാതെ മറ്റുള്ളവരുടെ പേര് പറയാറുണ്ട്. അവരുടെ ഗോത്രത്തിന്റെയോ അവരുടെ വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയോ ഒന്നും പേര് പറയാതെ മറ്റു പേരുകൾ അവർ പറയുന്ന ഒരു ശൈലിയുണ്ട്. അതിനെന്താ കാരണം? അതൊരു പക്ഷേ ആരാണ് തന്റെ മഹ്ബൂബ് എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ അറിയിക്കാൻ താൻ താല്പര്യപ്പെടുന്നില്ല. അതല്ലെങ്കിൽ അത് അറിയിച്ചാൽ മറ്റുള്ളവർക്ക് തന്നോട് അസൂയയുണ്ടാകും, അതല്ലെങ്കിൽ അവർക്ക് തന്നോട് ദേഷ്യമുണ്ടാകും. അതില്ലാതിരിക്കാൻ വേണ്ടിയൊക്കെ മഹ്ബൂബിന്റെ പേരിനെ മറച്ചു വെച്ച് സൂചനാപദമായി ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ എന്താണ് രണ്ടാമതായി പറഞ്ഞത്? കാളിമത്തിന്റെ ഭാഗത്തിൽ നിന്നുള്ള കാറ്റടിച്ചു വീശിയതാണോ കാരണം? അല്ല ഇളമിന്റെ ഭാഗത്തിൽ നിന്ന് വന്ന ഇടിമിന്നലാണോ അതിന്റെ കാരണം എന്നൊക്കെ അദ്ദേഹം ചോദിച്ചതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന്റെ പ്രേമത്തിന്റെ വിശാലതയും അതിന്റെ മൂർത്തിമത് ഭാവവും എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് നമുക്ക് പോലും വർണ്ണിക്കാൻ കഴിയില്ല എന്നാണ് അതിന്റെ അർത്ഥം. നമുക്കറിയാം കൈസുൽ മജ്നൂൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കൈസിന്റെ പ്രണയം ലോകപ്രസിദ്ധമാണ്. താൻ ലൈനയെ പ്രേമിച്ച പ്രേമം. ആ പ്രേമിച്ചിരുന്ന സമയത്ത് കാന യുക്സിറുൻ നദറ ഇലൽ ഹിലാൽ, അയാള് ചന്ദ്രനിലേക്ക് കൂടുതലായി നോക്കി നിൽക്കാറുണ്ടായിരുന്നു. അമ്പിളി മാമൻ ഇങ്ങനെ നോക്കി നിൽക്കും. അവിടുന്ന് മുഖമെടുക്കാതെ നോക്കുന്നത് കാണുമ്പോൾ ആളുകൾ ചോദിക്കും, എന്താ നിങ്ങൾ ഈ ചന്ദ്രനെ ഇങ്ങനെ നോക്കാനുള്ള കാരണമെന്ന്. അയാൾ പറയും, ലഅല്ല ലൈല തൻദുറു ഇലൈഹി, മാഷാ അല്ലാ, എന്റെ ലൈല ഒരു പക്ഷേ ഈ സമയത്ത് ചന്ദ്രനെ നോക്കുന്നുണ്ടാകും. അപ്പോൾ എന്റെ നോട്ടവും അവളുടെ നോട്ടവും ഒരേ സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ ഞാൻ നോക്കുന്ന ചന്ദ്രനെ എന്റെ ലൈല നോക്കുന്നല്ലോ എന്ന് കരുതി എനിക്ക് സന്തോഷിക്കാമല്ലോ, എനിക്കതുകൊണ്ട് മനസ്സിൽ സായുജ്യമടയാമല്ലോ. മാഷാ അല്ലാ,
അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. കാളിമത്തിന്റെ ഭാഗത്തിൽ നിന്നുള്ള കാറ്റടിച്ചു വീശിയതാണോ കരയാൻ കാരണം? അതായത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും വസിക്കുന്ന മദീനയെ തഴുകിത്തലോടുന്ന ആ പച്ച കുബ്ബയെ തഴുകി വരുന്ന കാറ്റ് തന്റെ ശരീരത്തിലേക്ക് തട്ടിയതിന്റെ പേരിലാണോ താൻ ഈ കരയുന്നത്? അതല്ല കുന്നിൻ പുറത്തിൽ നിന്ന് ആ തിളക്കമാർന്ന ഇടിമിന്നൽ പ്രകാശിച്ചതിന്റെ പേരിലാണോ എന്ന് ചോദിച്ചാൽ, ആ ഭാഗത്തിൽ നിന്ന് വരുന്ന ഇടിമിന്നൽ ആ സ്ഥലത്തിലൂടെ അത് വന്ന് ആ വെളിച്ചം തന്റെ ശരീരത്തിൽ തട്ടുമ്പോഴുണ്ടാകുന്ന വല്ലാത്തൊരു ആത്മസുഖം, ആ സുഖം ഞാൻ അനുഭവിക്കുന്നത് കൊണ്ടാണോ ഈ കരയുന്നത് എന്ന് ചോദിക്കുകയാണ്. പിന്നെ രക്തം ചാലിച്ച കണ്ണുനീരെന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്നൊരു ചോദ്യം ഒരിക്കലും അങ്ങനെ ചോദിക്കേണ്ടതില്ല. കാരണം സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു സംഭവമുണ്ട്. നരകവാസികളായ ആളുകൾ കണ്ണുനീര് തീരുന്നത് വരെ അവർ കരയും, പിന്നീട് കണ്ണുനീര് ഒരു തുള്ളിയും വരാതിരിക്കും, അവസാനം അവരുടെ കണ്ണുകളിലൂടെ ചോരയൊഴുകി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു. അവിടുത്തെ ഹക്കുണ്ട്, നമ്മുടെ ഈ ശ്രമത്തിന്റെ ബർക്കത്തുകൊണ്ട് നമ്മളെ ഈ മരിച്ചവരെയൊക്കെ നരകത്തിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ എന്നിടയിൽ ഞാൻ ദുആ ചെയ്യുകയാണ്. അപ്പോൾ ആ സംഭവം ഉള്ളത് തന്നെയാണെന്ന് ഇമാം ബുഖാരിയുടെ റിവായത്ത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഈ പ്രണയത്തിന്റെ കരച്ചിൽ, കണ്ണുനീരിൽ ചോര ചാലിക്കുക എന്ന് പറയുമ്പോൾ പ്രണയച്ചൂട് അതല്ലെങ്കിൽ പ്രേമച്ചൂട് എന്നാണ് അതിന് പറയുക. അത് സത്യത്തിൽ ഒരു ചൂട് തന്നെയാണ്, അതൊരു ദുഃഖമാണ്, അതൊരു വിരഹവേദനയാണ്. ആ വേദനയുടെ കണ്ണുനീര് ചൂടുള്ള കണ്ണുനീരായിരിക്കും. സന്തോഷത്തിനൊരു കണ്ണുനീര് വരാറുണ്ട്, സന്തോഷാശ്രുക്കൾ എന്ന് നമ്മൾ പറയാറുണ്ട്, പക്ഷെ അത് തണുപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവേ ഞങ്ങൾക്ക് ഖുർറത്തുൽ ഐന് തരണമേ എന്ന് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. സന്തോഷം വരുന്ന സമയത്തുള്ള കരച്ചിൽ അത് ഖുർറത്തുൽ ഐനാണ്, കണ്ണിന് കുളിർമയാണ്. അതായത് ആ കണ്ണുനീര് അത് തണുപ്പുള്ളതാണ്. നേരെ മറിച്ച് വേദനയും ദുഃഖവും ഉണ്ടാകുന്ന സമയത്ത് വരുന്ന കണ്ണുനീരോ അത് ചൂടുള്ളതാണ്, അത് രക്തം ചാലിച്ച കണ്ണുനീരിനോട് സമാനമാണ്. അപ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ താൻ മദ്ഹ് ചെയ്യുകയും ആ മദ്ഹിൽ എത്രത്തോളം താൻ എത്തിയിട്ടുണ്ട് എന്നുള്ള ആ ഒരു അവസ്ഥ അദ്ദേഹം സമൂഹത്തിന്റെ മുന്നിൽ മനസ്സിലാക്കി തരികയും ചെയ്യുകയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാമുകിയോട് സംഭാഷണം നടത്തുന്നത് പോലെ സംസാരിച്ചത് എന്നൊരു ചോദ്യം. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളല്ലേ ഇത്, അള്ളാഹുവിന്റെ ഹബീബല്ലേ, ഏത് മഖാമിലാണ്? അവിടുത്തെ പദവിയും സ്ഥാനവും ഒന്നും ആർക്കും അളക്കാൻ കഴിയില്ലല്ലോ. എന്നിട്ടും ആ ഉന്നതമായ ദറജയിലുള്ള അള്ളാഹുവിന്റെ ഹബീബിനോട് ഒരു പെണ്ണിനോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുകയോ എന്നൊരു ചോദ്യം. ആ ചോദ്യത്തിൽ സത്യത്തിൽ അതിന്റെ മറുപടി മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഒരിക്കലും അതൊരു കുഴപ്പമുള്ള കാര്യമല്ല. കാരണം ബഹുമാനപ്പെട്ട സയ്യിദുനാ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രസിദ്ധമായ കവിതയിൽ സ്വാദ് എന്ന് പറയുന്ന ഒരു പെണ്ണിനോട് ഉപമിച്ചുകൊണ്ട് അവളോട് സംസാരിക്കുന്ന രൂപത്തിലാണ്, അതും സാക്ഷാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ മുന്നിൽ വെച്ചാണ്, സാന്നിധ്യത്തിൽ വെച്ചാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് അവസാനം പറഞ്ഞ് അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ചാണ് താൻ മദ്ഹ് ചെയ്യുന്നതെന്ന് അവിടെ ഇരിക്കുന്ന സ്വഹാബത്തിന് തന്നെ അദ്ദേഹം ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതുവരെ പറഞ്ഞതൊക്കെ അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ചായിരുന്നു. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു കാര്യം പറയുമ്പോഴോ അതല്ലെങ്കിൽ ഒരു കവിത പാടുമ്പോഴോ ജനങ്ങളുടെ അലസതയല്ല നമ്മളാരും ആഗ്രഹിക്കുന്നത്, അവരുടെ ശ്രദ്ധയില്ലായ്മയല്ല നമ്മളാരും ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ ആദ്യം ജനമനസ്സിനെ തന്നിലേക്ക് ആകർഷിക്കണം. അവരുടെ ശ്രദ്ധ പരിപൂർണമായിട്ടും തന്നിലേക്ക് തിരിഞ്ഞു എന്ന് വരുന്ന സമയത്ത് താൻ ഉദ്ദേശിക്കുന്ന പ്രമേയം അവരുടെ മുന്നിൽ അവതരിപ്പിക്കണം. കണ്ടോ, കഅബ് ഇബ്നു സുഹൈർ തങ്ങൾ അവസാനമാണ് ഇന്നർ റസൂല ലസൈഫുൻ യുസ്തളാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത്. എന്നതുപോലെ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ താൻ തന്റെ നഫ്സിനോട് തന്റെ കാമുകിയെ നഷ്ടപ്പെട്ടതിലുള്ള ആ വിരഹവേദനയെക്കുറിച്ച് വളരെ സങ്കടത്തോടുകൂടി പറയുകയും താൻ അവസാനം വർണ്ണിക്കുന്നത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്നത്. അത് കേൾക്കുന്നവരും അതിനെ മനസ്സിലാക്കുന്നവരും ആദ്യം അവരുടെ ഷൗക്ക്, അവരുടെ സ്നേഹം ആ ഭാഗത്തേക്ക് കേന്ദ്രീകരിച്ചതിന് ശേഷം തനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞു കൊടുക്കുക എന്ന ആശയം മുന്നിൽ നിർത്തിക്കൊണ്ടാണ്. ഈ രൂപത്തിൽ എല്ലാ നിലക്കുള്ള സാഹിത്യത്തിന്റെ എല്ലാ വശങ്ങളും അതേ രൂപത്തിൽ തന്നെ ഒരു സ്നേഹത്തിന്റെ, പ്രണയത്തിന്റെ, പ്രേമത്തിന്റെ, ഹുബിന്റെ, ഷൗക്കിന്റെ, ഇഷ്കിന്റെ അതിന്റെ എല്ലാ രൂപങ്ങളും സ്വാംശീകരിച്ചുകൊണ്ടുള്ള ഒരു ശൈലിയിലാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി തന്റെ കവിതയുടെ തുടക്കം തന്നെ ആരംഭം കുറിച്ചിരിക്കുന്നത് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള വിശദീകരണങ്ങളിൽ അതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത്രയും പറഞ്ഞ് ഇന്നത്തെ വിശദീകരണം ഇവിടെ അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.